ത്രികോണ മത്സരത്തിന്റെ തെരഞ്ഞെടുപ്പ് പോരാട്ട വീര്യത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം. ദേശീയ രാഷ്ട്രീയവും വികസനവും സജീവ ചർച്ച ചെയ്താണ് പ്രചാരണ രംഗം മുന്നോട്ടു പോകുന്നത്. മണ്ഡലത്തിൽ ആദ്യ പ്രചാരണം ആരംഭിച്ചത് ഇടതുപക്ഷമാണ്. പ്രചാരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചു. UDFും NDAയും പ്രചാരണത്തിൽ സജീവമാണ്. ചുട്ടുപൊള്ളുകയാണ് പാലക്കാട് ജില്ല. 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ജില്ലയിലെ ചൂട്. ചൂടിൻ്റെ ശക്തി പോലെ തെരഞ്ഞെടുപ്പ് ചൂടും പാലക്കാട് ശക്തമാണ്. ലോക്സഭാ മണ്ഡലത്തിൽ തുടക്കം മുതലുള്ള മേൽക്കൈ നിലനിർത്തിയാണ് LDF പ്രചാരണ രംഗത്ത് മുന്നേറുന്നത്. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് BJPയുടെയും RSSൻ്റെയും നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. ഇന്ത്യയിലെവിടെയും ഇപ്പോൾ ഈ BJPയുടെ സ്വീകാര്യത കൂടുന്നില്ല. അപ്പോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, തോൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രാദേശികമായി വിവിധ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ട മുന്നണികളിലേക്ക് നോക്കിയാൽ ആ സംസ്ഥാനങ്ങളിലെല്ലാം BJPക്ക് സീറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ ഭയം കാരണമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ BJP നടത്തുന്നത്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണം. SDPI അടക്കമുള്ള കക്ഷികളുടെ വോട്ട് വാങ്ങുമെന്ന് UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ആര് പിന്തുണച്ചാലും സ്വീകരിക്കും. ആരുടെയും പിന്തുണ അഭ്യർത്ഥിക്കാതെ തന്നെ നിരവധി രാഷ്ട്രീയ സഖ്യങ്ങളും ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ശക്തമായ വികാരമുള്ളവരൊക്കെ UDFിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ആ പിന്തുണ സ്വീകരിക്കുകയാണ്. മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുമെന്നും വർഗീയ കക്ഷികളുമായാണ് UDF മത്സരിക്കുന്നതെന്നും NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. കേരളത്തിൽ ഇത്തവണ NDA പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 2 അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും. തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. EDA രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതും പൗരത്വ നിയമ ഭേദഗതി, മണ്ഡലത്തിലെ വികസനം തുടങ്ങിയവ ചർച്ച ചെയ്താണ് മുന്നണികളുടെ പ്രചാരണം പുരോഗമിക്കുന്നത്. വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ വീറും വാശിയും കൂടുതൽ ശക്തമാകും. സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.